ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫൈലം ആർത്രോപോഡ. അറിയാം, നമ്മുടെ കോഴ്സിൽ, അതായത് എൻറ്റമോളജിയിൽ നമ്മൾ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ്. എൻറ്റമോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ് ആൻഡ് ഇൻസെക്ട്സ് ബിലോങ്സ് ടു ദ ഫൈലം ആർത്രോപോഡ. ഓക്കെ, അപ്പം കിങ്ഡം അനിമേലിയ ടാക്സോണമിക് പൊസിഷനിലെ സെക്കൻഡ് പ്ലേസ് ആണ്, സെക്കൻഡ് ടാക്സയാണ് ആർത്രോപോഡ എന്ന് പറയുന്നത്. ഫസ്റ്റ് ടാക്സ എന്ന് പറയുന്നത് കിങ്ഡം, ദെൻ കംസ് ദി ഫൈലം. ഓക്കെ, സോ ഇൻസെക്ട്സ് ബിലോങ്സ് ടു കിങ്ഡം അനിമേലിയ ആൻഡ് ഫൈലം ആർത്രോപോഡ. ഓക്കെ, ഇനി വാട്ട് ആർ ദി ജനറൽ ക്യാരക്ടേഴ്സ് ഓഫ് ഫൈലം ആർത്രോപോഡ, അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫൈലം ആർത്രോപോഡ ഇസ് ദ ലാർജസ്റ്റ് ഫൈലം ഇൻ ദി കിങ്ഡം അനിമേലിയ. കിങ്ഡം അനിമേലിയയിലെ ലാർജസ്റ്റ് ഫൈലമാണ് ഫൈലം ആർത്രോപോഡ. ദെൻ വാട്ട് ആർത്രോപോഡ, മീനിങ് ഓഫ് ആർത്രോപോഡ, എന്താണ് ആർത്രോപോഡ എന്ന വാക്കിൻ്റെ അർത്ഥം? ഇറ്റ് ഈസ് മീൻസ് ജസ്റ്റ് ജോയിൻറ്റഡ് ലെഗ്സ് അല്ലെങ്കിൽ ജോയിൻറ്റഡ് അപ്പൻഡേജസ്. ഓക്കെ, അപ്പം ആർത്രോപോഡയിലുള്ള ഓർഗാനിസംസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ദേ വിൽ ബി ഹാവിങ് ജോയിൻറ്റഡ് അപ്പൻഡേജസ് അല്ലെങ്കിൽ ജോയിൻറ്റഡ് ലെഗ്സ്. Then their body will be segmented with a chitinous exoskeleton. Chitin കൊണ്ടായിരിക്കും ഇവരുടെ എക്സോസ്കെലട്ടൻ ഉണ്ടാക്കിയിരിക്കുന്നത്. They will be multicellular, triple plastic, bilaterally symmetrical organisms with a hemocoelic body cavity. Okay, ഇതൊക്കെയാണ് ഫൈലം ആർത്രോപോഡയുടെ ജനറൽ ക്യാരക്ടേഴ്സ്. Then നമ്മൾ ഓൾറെഡി പറഞ്ഞു, their body will be segmented and it will be covered by a chitinous exoskeleton, which is an exoskeleton made of chitin. പിന്നെ മോസ്റ്റ്ലി they will be having a tubular dorsal heart. ഒരു ട്യൂബുലാർ ഡോർസൽ ഹാർട്ടായിരിക്കും ആർത്രോപോഡയിലുള്ള ഓർഗാനിസംസിന് ഉണ്ടാവുന്നത്. their blood will be colorless and their circulatory system will be open type circulatory system. ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബ്ലഡ് പമ്പ് ചെയ്യാനായിട്ട് അവർക്ക് നമ്മുടേതുപോലെ, അതായത് ഹ്യൂമൻ ബീങ്സിനെ പോലെ ഒരു ഹാർട്ട് സിസ്റ്റം ഉണ്ടാവില്ല. അതിന് പകരം ബോഡിക്കുള്ളിലൂടെ തന്നെ വാഷ് ഔട്ട് ചെയ്താണ് അവർ സർക്കുലേഷൻ നടക്കുന്നത്. സെൽസ് മുഴുവനും ഇങ്ങനെ സെൽസിലേക്ക് തന്നെ ഡയറക്റ്റ്ലി ബ്ലഡ് പമ്പ് ചെയ്തിട്ടാണ് ബ്ലഡ്, അതായത് ഒരു ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം, വാൽവ്സും കാര്യങ്ങളും ഒന്നുമില്ല, ജസ്റ്റ് ഒരു സിസ്റ്റം മാത്രം ഉണ്ടാവത്തുള്ളൂ. അതാണ് ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം. ദെൻ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓരോ ജീവികളനുസരിച്ച് ഓരോ ഓർഗാനിസംസിനും, ഓരോ ടൈപ്പ് ഓഫ് ഓർഗാനിസംസിനും ഓരോ ടൈപ്പ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം ആയിരിക്കും. അവരുടെ ഹാബിറ്ററ്റ് അനുസരിച്ച് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ മാറ്റം വന്നുകൊണ്ടേയിരിക്കും. സോ റെസ്പിറേറ്ററി സിസ്റ്റം ക്യാൻ ബി ബൈ ഗിൽസ്, by trachea or by using book gills or book lungs. Then crustaceansന് ഉള്ള ഒരു പ്രത്യേകതയാണ് they will be having antennae. Then mostly compound eyes ആയിരിക്കും ഉണ്ടാവുന്നത്. Then these are the general characters of phylum Arthropoda. Then the phylum Arthropoda is divided into 7 subphylum. ഓക്കെ, 7 സബ് ഫൈലമായിട്ട് ഫൈലം ആർത്രോപോഡയെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സബ് ഫൈലം ഒണിക്കോഫോറ, സബ് ഫൈലം ടാർഡിഗ്രാഡ, സബ് ഫൈലം പെൻറ്റാസ്റ്റോമിഡ, സബ് ഫൈലം ട്രൈലോബിറ്റോമോർഫ, സബ് ഫൈലം ചെലിസറേറ്റ, സബ് ഫൈലം പൈക്നോഗോണിഡ ആൻഡ് സബ് ഫൈലം മാൻഡിബുലേറ്റ. അങ്ങനെ 7 സബ് ഫൈലമായിട്ട് ഫൈലം ആർത്രോപോഡയെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് സബ്ഫൈലം ഒണിക്കോഫോറ. സബ്ഫൈലം ഒണിക്കോഫോറയുടെ ക്യാരക്ടേഴ്സിൽ വരുന്നതാണ് ദേ ആർ മോസ്റ്റ്ലി ടെറസ്ട്രിയൽ ആൻഡ് പ്രിമിറ്റീവ് വേം ലൈക്ക് ഓർഗാനിസംസ്. മോസ്റ്റ്ലി ടെറസ്ട്രിയൽ ആയിരിക്കും, അതായത് കരയിലൂടെ നടക്കുന്ന ജീവികളായിരിക്കും. അതുപോലെ തന്നെ വേം ലൈക്ക് ആയിരിക്കും മോസ്റ്റ്ലി. പിന്നെ അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ വിൽ ബി ഹാവിങ് ദ ക്യാരക്ടേഴ്സ് ഓഫ് ബോത്ത് അനലിഡ ആൻഡ് ആർത്രോപോഡ. അനലിഡ എന്ന് പറയുന്നത് എർത്ത് വേംസിൻ്റെ ഫൈലമാണ്. ഓക്കെ, അപ്പം ഒണിക്കോഫോറയ്ക്ക് ബോത്ത് എർത്ത് വേമിൻ്റെ ക്യാരക്ടേഴ്സും ഉണ്ടാകും, അതേപോലെ തന്നെ ആർത്രോപോഡയുടെ ക്യാരക്ടേഴ്സും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇറ്റ് ആക്ട്സ് ആസ് എ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ അനലിഡ ആൻഡ് ആർത്രോപോഡ. എക്സാമ്പിൾ പെരിപാറ്റസ്. ഓക്കെ, അപ്പം ഇതാണ് ഒണിക്കോഫോറയുടെ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് സബ്ഫൈലം ടാർഡിഗ്രാഡ.
They are very small organisms and commonly called as water bears. They are having aquatic habitat and they are having unjointed legs. Unjointed legs ഉള്ള സബ്ഫൈലമാണ് ഓർഗാനിസംസ് ഉള്ള സബ്ഫൈലമാണ് സബ്ഫൈലം ടാർട്ടിഗ്രാഡ. എക്സാമ്പിൾ മാക്രോബയോട്ടിസ്. Next subphylum is subphylum Pentastomida. They are mostly worm-like parasites. Parasites ആയിട്ടുള്ള സബ്ഫൈലമാണ് subphylum Pentastomida. They will be having 2 pairs of anterior unjointed legs. They are having 2 pairs of anterior unjointed legs. നിങ്ങൾക്ക് പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മുകളിൽ കാണുന്ന 4 കാലാണ് അവർക്ക് ഉള്ളത്. They are parasites എന്ന് പറഞ്ഞു. They are parasites in the nasal and pulmonary cavities of vertebrates. വെർട്ടിബ്രേറ്റ്സിൻ്റെ nasal and pulmonary cavitiesലാണ് ഈ പെൻറ്റാസ്റ്റോമിഡ ഓർഗാനിസംസ് പാരസൈറ്റിക് ആയിട്ട് കാണപ്പെടുന്നത്. എക്സാമ്പിൾ ഉഗ്വാറ്റുല സ്പീഷീസ്. അടുത്ത സബ്ഫൈലമാണ് സബ്ഫൈലം ട്രൈലോബിറ്റോമോർഫ അല്ലെങ്കിൽ ട്രൈലോബിറ്റ. ഇതിനെക്കുറിച്ച് അധികമൊന്നും പറയാനില്ല, കാരണം ദേ ആർ മോസ്റ്റ്ലി എക്സ്റ്റിങ്ക്റ്റ്. അതിലുള്ള ഓർഗാനിസംസ് ഒക്കെയും എക്സ്റ്റിങ്ക്റ്റ് ആണ്. ആൻഡ് നമുക്ക് പഠിക്കാൻ ഫോസിൽ സ്പെസിമെൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഓർഗാനിസംസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. എക്സാമ്പിൾ ട്രയാർത്രസ് എറ്റോണി, ഇതാണ് ട്രൈലോബിറ്റ. Next subphylum is subphylum Chelicerata. It is one of the important subphylum of the phylum Arthropoda. Then their characters in the their body can be divisible into an anterior prosoma and a posterior opistosoma. Body can be divided into anterior prosoma and posterior opistosoma. They have a pair of chelicerae and 4 pairs of legs. Respiration is by means of gills and book gills. സോ ഈ പിക്ചറിൽ നിങ്ങൾക്ക് നോക്കിയാൽ എന്താണ് ചെലിസറി എന്ന് കാണാൻ പറ്റും. ആൻറ്റിനയ്ക്ക് പകരമുള്ള ചെറിയ ഒരു ഓർഗനാണ് ചെലിസറി എന്ന് പറയുന്നത്. സോ ഓർഗാനിസംസ് ദാറ്റ് പോസസ് ചെലിസറി ബിലോങ്സ് ടു ദ സബ്ഫൈലം ചെലിസറേറ്റ. ഓക്കെ, ഇനി ആരൊക്കെയാണ് ഈ സബ്ഫൈലത്തിൽ വരുന്നതെന്ന് നോക്കാം. സോ ദ സബ്ഫൈലം ചെലിസറേറ്റ ഇസ് ഡിവൈഡഡ് ഇൻ ടു class Merostomata and class Arachnida. Class Merostomata and class Arachnida, where class Merostomata is again subdivided into a subclass Xiphosaura and Eurypterida. Okay, അപ്പോൾ ഇതാണ് ചെലിസറേറ്റയുടെ ക്ലാസിഫിക്കേഷൻ. അതിൽ മീറോസ്റ്റൊമാറ്റ സബ്ക്ലാസ് മീറോസ്റ്റൊമാറ്റയിൽ വരുന്ന ഓർഡറാണ് ഓർഡർ സിഫോസ്യൂറ. Order Xiphosaura, which includes the Limulus polyphemus, which is horseshoe crab. Horseshoe crab വരുന്ന ഓർഡർ ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഓർഡർ Xiphosaura ഇൻ ദി ക്ലാസ് മീറോസ്റ്റൊമാറ്റ. ഓർഡർ അല്ല, സബ് ക്ലാസ് Xiphosaura ഇൻ ദി ക്ലാസ് മീറോസ്റ്റൊമാറ്റ. Subclass Xiphosaura in the class Merostomata. Then their characters in the social, it possesses 5 pairs of legs and the respiration is by means of book gills. Then horseshoe crab in the Vilikan Karanam, it is having a horseshoe shaped carapace on cephalothorax. Cephalothoraxil horseshoe shaped ആയിട്ടുള്ള ഒരു കവറിങ് ഉള്ളത് കൊണ്ടാണ് അതിനെ നമ്മൾ horseshoe crab എന്ന് വിളിക്കുന്നത്. സയൻറ്റിഫിക് നെയിം ലിമുലസ് പോളിഫേമസ്, വിച്ച് ഇസ് ഇമ്പോർട്ടൻറ്റ്, നോട്ട് ചെയ്ത് പഠിക്കണം. ദെൻ ക്ലാസ് അരാക്നിഡയിൽ വരുന്ന ഓർഡേഴ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓർഡർ സ്കോർപ്പിയോണിഡ, ഓർഡർ സ്യൂഡോ സ്കോർപ്പിയോണിഡ, ഓർഡർ ഫെലാൻസിഡ, ഓർഡർ അക്കാരിന, ഓർഡർ അറേനിയ, ഓർഡർ സോളിഫ്യൂഗെ, ഓർഡർ തെലിഫോണിഡ, ഓർഡർ ഷൈസോമിഡ, ഓർഡർ ഫ്രൈനിക്കിഡ ആൻഡ് ഓർഡർ റിസിൻഡ്യുലൈ. ഓക്കെ, ഇത്രയും ഓർഡേഴ്സ് ക്ലാസ് അരാക്നിഡയിൽ വരുന്നതാണ്. അതിൽ സ്കോർപ്പിയോണിഡ എന്ന് പറയുന്ന ഓർഡറിലാണ് സ്കോർപ്പിയോൺ വരുന്നത്. സ്കോർപ്പിയോണിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് ബുത്തോസ്പീഷ്യസ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഡറാണ് ഓർഡർ അക്കാരിന, in which comes the mites and ticks, which is a major pest in case of vegetables.
വെജിറ്റബിൾസിൻ്റെ മേജർ പെസ്റ്റാണ് മൈറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ അർഗാ സ്പീഷ്യസ്. ദെൻ സ്പൈഡറിൻ്റെ ഓർഡറാണ് അറേനിയ സ്പീഷ്യസ്. എക്സാമ്പിൾ അജലന സ്പീഷ്യസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സബ് ഫൈലം ചെലിസറേറ്റയുടെ ക്ലാസിഫിക്കേഷനും അതിൻ്റെ എക്സാമ്പിൾസും. ദെൻ ദീസ് ആർ സം ഓഫ് ദ മൈറ്റ്സ്. മൈറ്റ്സ് എന്ന് പറയുന്ന ഓർഗാനിസമാണ് ഈ പിക്ചറിൽ കാണുന്നത്. റെഡ് സ്പൈഡർ മൈറ്റ്, ഒളിഗോണിക്ക സ്പീഷ്യസ് ആൻഡ് യെല്ലോ മൈറ്റ്, പോളിഫാഗോ ടാസോനീമസ് സ്പീഷ്യസ്. Then these are some of the spider species ആണ് ഈ കാണിക്കുന്നത്, പിക്ചറിൽ കാണുന്നത്. They are the beneficial spider predators in rice ecosystem. റൈസ് എക്കോസിസ്റ്റത്തിൽ കാണുന്ന സ്പൈഡർ പ്രിഡേറ്റേഴ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്ന ലൈക്കോസ സ്പീഷ്യസ്, ഓക്സിയോപ്പസ് സ്പീഷ്യസ് ആൻഡ് ഫിഡിപ്പസ് സ്പീഷ്യസ്. നെക്സ്റ്റ് സബ്ഫൈലമാണ് സബ്ഫൈലം പൈക്നോഗോണിഡ. Subphylum Pycnogonida, which includes the sea spiders. Sea spiders in the subphylum ആണ് subphylum Pycnogonida, which includes the they are having a marine habitat. Sea spiders ആയതുകൊണ്ട് തന്നെ മറൈൻ ഹാബിറ്റാറ്റിലായിരിക്കും അവരെ കൂടുതലും കാണുന്നത്. എക്സാമ്പിൾ നിംഫോൺ സ്പീഷ്യസ് ആൻഡ് പൈക്നോഗോണം സ്പീഷ്യസ്. Then next comes the most important subphylum, which is the subphylum Mandibulata. ഈ Mandibulata subphylumത്തിലാണ് ഇൻസെക്ട്സ് വരുന്നത്. Then Mandibulata is classified into 3 classes: class Crustacea, class Myriapoda and class Hexapoda. Okay, then class Myriapoda is again classified into 4 groups. Group 1 Diplopoda, Group 2 Chilopoda and Group 3 Pauropoda and Group 4 Symphyla. Okay, then അതിൽ ആദ്യത്തെ ക്ലാസ് ആണ് ക്ലാസ് Crustacea. ഓക്കെ, Crustacea എന്ന ക്ലാസ്സിൻ്റെ ക്യാരക്ടേഴ്സ് ആണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ദേ ആർ മോസ്റ്റ്ലി aquatic arthropods. വെള്ളത്തിലായിരിക്കും കൂടുതലും കാണുന്നത്. Their body is divided into an upper cephalothorax and the lower abdomen. Cephalothorax എന്ന് പറയാൻ കാരണം their head and thorax is fused. Cephalo എന്ന വാക്കിൻ്റെ അർത്ഥം ബ്രെയിൻ അല്ലെങ്കിൽ ഹെഡ് എന്നാണ്. ഹെഡ് എന്നാണ് വാക്കിൻ്റെ അർത്ഥം. സോ അത് ഫ്യൂസ്ഡ് ആയതുകൊണ്ടാണ് ബോഡി ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 പാർട്സ്, സെഫാലോതൊറാക്സ് ആൻഡ് അബ്ഡോമൻ. ദേ ആർ ഹാവിങ് 2 pairs of antennae. 2 pairs of antennae ഉണ്ട്. അതായത് മൊത്തം 4 ആൻറ്റിനി ഉണ്ട്. അതിൽ ഫസ്റ്റ് പെയറിനെയാണ് ആൻറ്റിന്യൂൾസ് എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ വായിച്ചിരുന്നു ക്രസ്റ്റേഷ്യൻസിന് ആൻറ്റിന്യൂൾസ് ഉണ്ടെന്നുള്ളത്. ഓക്കെ, അവരുടെ ഫസ്റ്റ് പെയർ ഓഫ് ആൻറ്റിനിക്ക് പറഞ്ഞ പേരാണ് ആൻറ്റിന്യൂൾസ്. They are having at least 5 pairs of legs. ഏറ്റവും കുറഞ്ഞത് 5 pair of leg എങ്കിലും ഉണ്ടാകും. They are mostly possess gill respiration. Then excretion is by using antennal glands and green gland. The class includes crabs, lobsters, shrimps, prawns, barnacles and woodlice. ഇത്രയും കാര്യങ്ങൾ ക്രസ്റ്റേഷ്യയിലാണ് വരുന്നത്. ഇനി ക്രസ്റ്റേഷ്യയുടെ ക്ലാസിഫിക്കേഷനാണ് താഴെ പറയുന്നത്. Class Crustacea is again classified into 8 subclasses. 8 subclasses ആയിട്ട് ക്ലാസ് ക്രസ്റ്റേഷ്യനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് സബ് ക്ലാസ് ആണ് സബ് ക്ലാസ് സെഫാലോകോറിഡ. എക്സാമ്പിൾ ഹച്ചിൻസോണിയല്ല സ്പീഷ്യസ്. ഹച്ചിൻസോണിയല്ല സ്പീഷ്യസ്. സെഫാലോകോറിഡ, ഹച്ചിൻസോണിയല്ല സ്പീഷ്യസ്. Then second subclass Brachiopoda. Brachiopoda മോസ്റ്റ്ലി ഫ്രഷ് വാട്ടർ ക്രസ്റ്റേഷ്യൻസ് ആണ് ബ്രാങ്കിയോപോഡയിലുള്ളത്. ബ്രാങ്കിയോപോഡ ഈസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു 4 ഓർഡേഴ്സ്. 4 ഓർഡേഴ്സ് ആയിട്ട് സബ് ക്ലാസ് ബ്രാങ്കിയോപോഡനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓർഡർ അനോസ്ട്രാക്ക, which is the fairy shrimp. Example Branchippus species and Artemia species. Notostraca, tadpole shrimp, which includes Triops species and Lepidurus species. Conchostraca, clam shrimp, Lynceus and Leptostheria species. Then Cladocera, water fleas, Daphnia species. ഓക്കെ, അങ്ങനെ 4 ഓർഡേഴ്സ് ആയിട്ട് സബ് ക്ലാസ് ബ്രാങ്കിയോപോഡനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈസ് സബ് ക്ലാസ് ഓസ്ട്രാക്യാഡ. മോസ്റ്റ്ലി ഇൻക്ലൂഡ്സ് ദി സീഡ് ഷ്രിംപ്. സീഡ് ഷ്രിംപ് ഇൻക്ലൂഡ് ചെയ്യുന്ന സബ് ക്ലാസ് ആണ് സബ് ക്ലാസ് ഓസ്ട്രാക്യാഡ. ദ സബ് ക്ലാസ് ഓസ്ട്രാക്യാഡ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 4 orders:
മയോഡോകോപ്പ, എക്സാമ്പിൾ സൈപ്രിഡീന. ഓർഡർ ക്ലാഡോകോപ്പ, എക്സാമ്പിൾ പോളികോപ്പി സ്പീഷീസ്. ഓർഡർ പോഡോകോപ്പ, example cypress species. And order platycopa, which example Cytherelia species. അങ്ങനെ 4 ഓർഡേഴ്സ് ആയിട്ട് സബ് ക്ലാസ് ഓസ്ട്രാക്യാഡനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സബ് ക്ലാസ് ആണ് മിസ്റ്റാക്കോ ക്യാരിഡ, എക്സാമ്പിൾ ഡീറോക്കീലോകാരസ്. Next subclass is subclass Arthropoda, example Cyclops species and Calanus species. Subclass Branchiura, example Argulus species. അങ്ങനെ ഇത്രയും സബ് ക്ലാസ്സസ് ഉണ്ട്. നെക്സ്റ്റ് സബ് ക്ലാസ്സസ് സിറിപീഡിയ, വിച്ച് ഇൻക്ലൂഡ്സ് ദി ബാർണക്കിൾസ്. സോ ബാർണക്കിൾസ് ഉൾപ്പെടുന്ന സബ് ഫൈലം ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് സബ് ഫൈലം സിറിപീഡിയ, which is again classified into 4 orders. Order Thoracica, example Lepus species and Belanus species. Acrothoracica, example Tripetissa species. Order Ascothoracica, example Synagoga species and Dendrogaster species. Order Apoda, example Proteolepus species. Order Rhizocephala, example Saculina species and Peltogaster species. And the last subclass ആണ് subclass Malacostraca, which is the large crustaceans, which includes the large crustaceans. So large crustaceans ഉൾപ്പെടുന്ന സബ് ക്ലാസ് ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദി സബ് ക്ലാസ് Malacostraca. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സബ് ക്ലാസ് Malacostraca തൊട്ട് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.